ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഗുൽമർഗിലേക്ക് പോയതിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. ഞങ്ങളിപ്പോൾ 4 ഫാമിലിയാണ് പോയിട്ടുണ്ടായിരുന്ന ഒരു ട്രാവലർ ആക്കിയിട്ട് 1057 കിലോമീറ്ററിന് അടുപ്പിച്ച് ഞങ്ങൾ നിൽക്കുന്നിടക്കുന്ന ഗുൽമർഗിലേക്ക് ഉണ്ടായി. പോകുന്ന വഴിക്കാണെങ്കിൽ ദൂരെ മഞ്ഞുമലയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിന്. അന്നേരെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയിട്ടുണ്ടായി. 7 മണിയാകുമ്പോൾ പോയോണ്ട് തന്നെ വേഗം തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായി. നമ്മൾ ഗുൽമർഗിൽ എത്തി ഗായ്സ്. നമ്മൾ സ്നോ കാണാൻ പോകുന്നു. നല്ല മൂക്കടപ്പും ജലദോഷം എല്ലാം ഉണ്ട്. എല്ലാത്തിനും തരണം ചെയ്തിട്ടാണ് നമ്മൾ പോകും. ഇനി എന്ത് വന്നാലും വേണ്ടിയില്ല, നമ്മൾ സ്നോ കണ്ടിരിക്കും. ഗുൽമർഗിൽ നിന്ന് 12 കിലോമീറ്റർ താഴെ ഞങ്ങളുണ്ടായി. ഞങ്ങൾ ട്രാവലറുകാരൻ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ടായിന്. അയാൾ എല്ലാ വണ്ടിയും മേലേക്ക് വിടുന്നു പറഞ്ഞാൽ ഞങ്ങൾ ആ വണ്ടിയാക്കി വന്നിട്ടുണ്ടായിന്. പക്ഷെ ഗുൽമർഗിന് 12 കിലോമീറ്റർ താഴെ എത്തിയരാന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിന്. വലിയ വണ്ടികളൊന്നും ഇന്ന് വിടുന്നില്ല പോലും. ഇന്നലെ വരെ വിട്ടിന്. പിന്നെ വേറെ വഴിയില്ല, ചെറിയ വണ്ടിയാക്കി നമ്മൾ പോയി. പെണ്ണ് ഷുഗറിലിട്ടു, ഓക്കെ ആയി. ഞാനും വിട്ട് ഇവര് എടുക്കുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ആടെ നമ്മളെല്ലാം വാട്ടർ പ്രൂഫാണ് ഇട്ടിട്ട് പോകേണ്ടത്. ഞങ്ങളെല്ലാം വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായി. ഞങ്ങളുടെ അടുത്ത് വാട്ടർ പ്രൂഫിൻ്റെ ഷൂ ഉണ്ടായിന്. ബാക്കി ഞങ്ങളൊപ്പമുള്ളവരെല്ലാം ആടുന്ന് വാടകയ്ക്ക് എടുക്കുമായിരുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ഇടുന്ന പോലത്തെ ഷൂ ഇല്ലേ, ഏകദേശം ആ ടൈപ്പ് ഷൂ ആണ് ആടുന്ന് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ കച്ചവടക്കാർ ഞങ്ങളിങ്ങനെ പൊതിയുന്നുണ്ടായിന്. കുറേയെല്ലാം നമ്മൾ വാങ്ങി. മേലെ എത്തിയാൽ ഭയങ്കര റേറ്റാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിന്. കുറേ നമ്മൾ പിന്നെ എടുത്തു. ആടെയാണെങ്കിൽ സാധനങ്ങൾക്കാണെങ്കിലും വണ്ടിക്കാണെങ്കിലും ഭയങ്കര പൈസയാണ്. നമ്മളെ ബാർഗെയിനിങ് സ്കില്ല് പോലെ ഇരിക്കും. പിന്നെ സാർമാരെല്ലാം നമ്മളവരുള്ളതുകൊണ്ട് എല്ലാവരും കൂടി റെഡിയാക്കി. കുറേ വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ പോകുന്ന വഴിക്കെല്ലാം നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. അതെല്ലാം കാണുന്നതിന് ഇടയ്ക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഞങ്ങൾ മറന്നുപോയിട്ടുണ്ടായിന്. പോകുന്ന വഴി നീളാണെങ്കിൽ ഫുൾ മഞ്ഞായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരും വരുന്നുണ്ടായിന്. ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ പോയത് ഞായറാഴ്ചയും കൂടി ആയിരുന്നു. ഇതെല്ലാം ശരിക്കും ഒരിക്കലും കാണണം. ഇനി അച്ഛന്മാരെയും അമ്മമാരെയും എല്ലാം കൂട്ടിയിട്ട് ഒരിക്കലും ഇങ്ങോട്ട് വരാം. ഞാനിത് ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റുന്ന സ്വപ്നത്തിൽ വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും ഞാൻ കാണാൻ പോകുന്ന ഉറപ്പായിരുന്നു. നമ്മള് പൈസ കണ്ടു. നോക്കൂ, നമ്മളെ 24 വർഷത്തെ എന്തൊരു സന്തോഷാണോ. ഇതാ നൈസ് മക്കളെ, ഇതാ നൈസ്. ഓ തണുപ്പ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ ഗുൽമർഗിലെത്തി. നമ്മളിപ്പോ ഐസിലാണ് ഉള്ളത്. അയ്യോ, സന്തോഷം കൊണ്ടൊരു കിടക്കാൻ കഴിയില്ല. നമ്മളിത് ആദ്യമായിട്ട് ഐസ് കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റും അങ്ങനെ ഉണ്ട്. ഇന്ന് 28 ഫുൾ ഐസായിട്ട് മൂടിയിട്ടുള്ള സ്നോ വീണ് പാലും കണ്ടിട്ടില്ല. പക്ഷെ ഫുൾ ഐസ് ഇങ്ങനെ നിറഞ്ഞിട്ടുള്ളു. നമുക്ക് സന്തോഷം കൊണ്ട് പറയേണ്ടത് തിരിയുന്നില്ല. അത്രയും സന്തോഷത്തിലുള്ള, കാരണം ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ്. ഇത് ഇതെല്ലാം വലിയ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇതെല്ലാം വലിയ സംഭവം തന്നെ. കാരണം നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ദിസ് ഈസ് മൈ സാന്റാ ക്ലോസ്. ഐസ് കണ്ട പൊങ്ങല്ലാണെങ്കിൽ ഞാനെന്തല്ലോ പറയുന്നുണ്ട്. ഒന്നും കാര്യമാക്കണ്ട. അടയാണെങ്കിൽ ഇഷ്ടംപോലെ നായെല്ലാം നീനൊന്ന് തണുക്കുന്നില്ലേമോ. സ്നോ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകണം. അതിന് ഗൊണ്ടോല റൈഡ് കാണണം. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കേബിൾ കാർ ലൈനാണ് ഗൊണ്ടോല. അതിപ്പോൾ 2 ഫേസാണ്. ഒന്നാമത്തെ ഫേസിലേക്ക് 800, രണ്ടാമത്തെ ഫേസിലേക്ക് 1800. രണ്ടാമത്തെ ഫേസിൽ പോയിട്ട് വലിയ കാര്യമില്ല ഇപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ ഒന്നാമത്തെ ഫേസിൽ മാത്രമാണ് ഇപ്പം കയറുന്നത്. ബാക്കി 2ാമത്തെ വ്ളോഗിലുണ്ടാവും. അപ്പം എൻ്റെ കാശ്മീർ വിശേഷങ്ങൾ കാണാൻ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്.